ഒരു ഉപ്പയെന്ന വാക്കിൻ്റെ ആഴം അത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ നമ്മൾക്കാർക്കെങ്കിലും? ഒരു വാപ്പയെപ്പറ്റി പറയുമ്പം പലരും പറയാറുള്ളത് അധ്വാനിക്കുന്നൊരു മിഷ്യൻ, അത്രേ ഉള്ളൂ. പ്രസവിച്ചതിൻ്റെ കണക്ക് ഉമ്മാര് പറയുമ്പോൾ പോലും നോക്കിയ കണക്ക് വാപ്പാര് പറയാറില്ല. കാരണം ഒരു വാപ്പക്കറിയാം ഒരു പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പിൻ്റെ ബലത്തിലാ മക്കളുടെ സന്തോഷം എന്ന്. ആയുസ് തീരുന്നതുവരെ ഒരു വാപ്പ ഉരുകിയൊലിച്ച് നിങ്ങൾക്കൊരു വിളക്കായി കത്തി നിന്നാലും വാർദ്ധക്യത്തിലെത്തുമ്പം പിതാവിൻ്റെ മനസ്സറിഞ്ഞ് ആ വാക്കിൻ്റെ ആഴമറിഞ്ഞ് കൂടെ നിൽക്കാൻ ഓരോ മക്കൾക്കും സാധിക്കേണ്ടതുണ്ട്. ഒരു മകന്റെ കൈപിടിച്ച സംസാരത്തിനും ചേർത്ത് നിർത്തിയ ഒരു തലോടലിനും ആഗ്രഹിക്കുന്ന പിതാക്കന്മാരെ ഇന്ന് നമ്മളെ കൂട്ടത്തിലുള്ളൂ. കോടാനുകോടി കൊടുക്കണം എന്നൊരു വാപ്പയും ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിച്ചു കൊണ്ടുതരണം എന്നും ഒരു പിതാക്കന്മാർ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ജീവിതത്തിൻ്റെ ഏറ്റവും വാർദ്ധക്യ കാലഘട്ടത്തിൽ ഒരു പരിഗണന ലഭിക്കുന്ന, ഒന്ന് ചേർന്ന് നിൽക്കുന്ന, ഒരു നല്ല വർത്തമാനം സംസാരിക്കുന്ന, ഒരു നല്ല മക്കളാവണം എന്ന പ്രതീക്ഷയിലും മാത്രമാ നിങ്ങൾക്ക് വേണ്ടി കണക്ക് പോലും നിശ്ചയിക്കാതെ ഒരു പിതാവ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ വാപ്പയുടെ മനസ്സറിയാൻ, ആ വാപ്പയെന്ന തണലറിയാൻ, അതില്ലാതാകുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും അതിൻ്റെ വിലയറിയുക. ഞാനിപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനൊരു അഡ്രസ്സേ ഉള്ളൂ, അബ്ദുറഹിമാന്റെയും നഫീസയുടെയും മകൻ. അവർ നഷ്ടപ്പെട്ടാൽ, അവർ ഈ ലോകത്തുനിന്ന് തിരിച്ചു പോയാൽ ഞാൻ ആരെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പ്രത്യേകിച്ച് അഡ്രസ്സൊന്നുമില്ല. പിന്നെ എനിക്ക് പ്രതീക്ഷിക്കാനുള്ളത് എൻ്റെ മരണം മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മളാരെന്ന തിരിച്ചറിവിലേക്ക് നമ്മളെ സഹായിക്കുന്ന നമ്മളെ മാതാപിതാക്കളെ, റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ സുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ, അള്ളാഹുവിൻ്റെ തൃപ്തി എന്നാൽ അത് മാതാപിതാക്കളുടെ തൃപ്തിയാ. അള്ളാഹുവിൻ്റെ കോപം എന്നാൽ അത് മാതാപിതാക്കളുടെ കോപമാ. പരസ്പരം അവരുടെ ഹൃദയം നിറയ്ക്കുന്ന സ്വഭാവത്തോടെ, പെരുമാറ്റത്തോടെ അവരെ നമ്മളിലേക്ക് ചേർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഏതൊരു പിതാവും നമ്മളെ ഗുണദോഷിക്കുന്നതും നമ്മളോട് ദേഷ്യപ്പെടുന്നതും വെറുപ്പുകൊണ്ടല്ല, മറിച്ച് നമ്മളുടെ ജീവിതം നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയാ. നമ്മളെ ആയുസ്സിൻ്റെ പ്രാർത്ഥനയോട് അവർ കാത്തിരിക്കുന്നതും നമ്മളൊരു നല്ല നിലയിലേക്കും നല്ലൊരു സ്ഥാനത്തേക്കും നല്ലൊരു വിശ്വാസത്തിലേക്കും എത്തിപ്പെടാൻ വേണ്ടിയാ. ആ തിരിച്ചറിവോടുകൂടി സ്വന്തം മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ